കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ജോസ് മാത്യു എന്ന എരുമാട് ജോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ കവർച്ചയ്ക്കിറങ്ങുന്നത്. മോഷ്ടിച്ച പണം ഷെയർ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കും, ലക്ഷറി ഹോട്ടലുകളിൽ താമസം, വിലപിടിപ്പുള്ള മദ്യമേ കുടിക്കൂ, വില കൂടിയ മൊബൈൽ ഫോണും ബ്രാൻഡഡ് കമ്പനിയുടെ വസ്ത്രങ്ങളും മാത്രമേ ഉപയോഗിക്കൂ. കഴിഞ്ഞ മാസം മലപ്പുറം വണ്ടൂരിൽ ജ്വല്ലറിയിൽ നിന്ന് പണവും ലക്ഷങ്ങൾ വിലമതിക്കുന്ന വെള്ളിയും മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജോസിനെ കളമശ്ശേരിയിൽ വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 20-നായിരുന്നു മോഷണം. മേലാസകലം മറച്ചെത്തിയ കള്ളന്റെ ദൃശ്യങ്ങൾ കടയിലെ CCTVയിൽ നിന്ന് ലഭിച്ചിരുന്നു. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS നേതൃത്വത്തിൽ നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു. അന്വേഷണ സംഘം വണ്ടൂരിലെ വിവിധ കടകളിലെയും പെരിന്തൽമണ്ണ, പാലക്കാട്, കോഴിക്കോട്, ഗൂഡല്ലൂർ ഭാഗങ്ങളിലെയും 300-ൽ പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും നിരവധി ആളുകളെ ചോദ്യം ചെയ്തുമാണ് കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതി കളമശ്ശേരിയിലുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ നിതീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി മോഷണങ്ങൾ നടത്തി തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞുവരികയായിരുന്ന ജോസ് കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് ജാമ്യത്തിലിറങ്ങിയത്. മെയ് 15-ന് മോഷണത്തിനായി വണ്ടൂരിലെത്തുകയും ചെയ്തു. ജ്വല്ലറി നിരീക്ഷിച്ചു. ആൾതാമസമില്ലാത്ത കെട്ടിടത്തിന് മുകളിലാണ് പ്രതി താമസിച്ചിരുന്നത്. മെയ് 20-ന് പുലർച്ചെ 1 മണിക്ക് ജ്വല്ലറിയുടെ പുറകുവശത്തെത്തി കമ്പിപ്പാര കൊണ്ട് ചുമർ തുരക്കുകയായിരുന്നു. ജ്വല്ലറിയുടെ ഉള്ളിൽ കയറി 7 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള വെള്ളിയാഭരണങ്ങൾ കവർന്നു. പിന്നീട് വേഷം മാറി രാവിലെ ബസ്സിൽ പെരിന്തൽമണ്ണയിലേക്കും അവിടെ നിന്നും പാലക്കാട്ടേക്കും പോയി. കോയമ്പത്തൂർ, സേലം തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിയാണ് ആഭരണങ്ങൾ വിറ്റത്. 4.5 ലക്ഷം രൂപയ്ക്ക് ഇവ വിറ്റ് ആഡംബര ജീവിതം ആരംഭിച്ചു. ലക്ഷറി റൂം, വിലപിടിപ്പുള്ള മദ്യം, സ്പാ, വില കൂടിയ മൊബൈൽ ഫോൺ, ബ്രാൻഡഡ് കമ്പനിയുടെ ആഭരണങ്ങൾ തുടങ്ങി അത്യാഡംബരമായാണ് പ്രതി ജീവിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. തമിഴ്നാട് സ്വദേശിയുടെ പേരിൽ വ്യാജ സിം കാർഡ് സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കളമശ്ശേരിയിൽ പ്രീമിയം ലോഡ്ജിൽ മത്സ്യകൃഷിയുടെ ഓഫീസറാണെന്ന് പറഞ്ഞാണ് പ്രതി താമസിച്ചിരുന്നത്. മോഷണം മുതൽ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയിരുന്നു. മുൻകാല മോഷണങ്ങളിലൂടെ 70 ലക്ഷം രൂപയോളം പ്രതി ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുമായി 100-ലേറെ കേസുകളിൽ പ്രതിയാണ് ജോസ് മാത്യു എന്നും പോലീസ് പറയുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിരവധി ആയുധങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. എറണാകുളം പറവൂരിൽ ഒരു വലിയ ജ്വല്ലറി മോഷണത്തിന് പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു പ്രതിയെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.